ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെണ്ടക്ക പുളിങ്കറിയാണ്. അപ്പോൾ മീൻ കറി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത്, വെണ്ടക്ക വെച്ചിട്ടുള്ള പുളിങ്കറി. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും വെണ്ടക്ക എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 1 സവാള, 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ ആദ്യം തന്നെ കുതിർത്ത് വെക്കണം കേട്ടോ. നമുക്ക് വെണ്ടക്ക ഇതുപോലെ ഒരു മീഡിയം കഷ്ണാക്കി മുറിച്ചെടുക്കാമേ. ഇതുപോലെ തന്നെ നമുക്ക് തക്കാളിയും സവാളയും ഒക്കെ കഷ്ണങ്ങളാക്കി എടുക്കാം. തക്കാളി ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് 4ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. 2-3 പച്ചമുളക് എടുക്കാം. സവാള ചെറുതാണെങ്കിൽ നമുക്ക് 2 എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെണ്ടക്ക ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. വെണ്ടക്ക വേവാനും പാടില്ല, ഒന്നാലൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പം നമുക്ക് വെണ്ടക്ക ഇതുപോലെയാക്കി മാറ്റി വെക്കാമേ. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു ചട്ടി എടുക്കാം. അതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാലും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത സവാള ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് സവാള ഒന്ന് നന്നായിട്ട് വേവുന്നത് വരെ വഴറ്റിയിടണം കേട്ടോ. ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത്, ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ, ബാക്കി കുറച്ച് ഉപ്പ് കൂടി നമുക്കിപ്പം ചേർത്ത് കൊടുക്കുക. മൂടി വെച്ചൊന്ന് ചെറുതായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക. അധികം പുളി ആയാൽ നമുക്ക് കറി തീരെ കഴിക്കാൻ പറ്റില്ല. ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വെണ്ടക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച കഷ്ണങ്ങൾ, വഴറ്റിയ വെണ്ടക്ക കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഈ പുളിയും എരിവൊക്കെ പിടിക്കുന്ന അത്രയും നേരം നമുക്കൊന്നുകൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ.
ഈ മസാലകളൊക്കെ ഈ വെണ്ടക്കയിൽ നന്നായിട്ട് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.